ഇന്ന് ഒരു നാരങ്ങ അച്ചാർ ഉണ്ടാക്കാം. ഇത് എൻ്റെ ചാനൽ, ഇത് എൻ്റെ ഫോട്ടോ. ഈ നാരങ്ങ അച്ചാർ ഉണ്ടാക്കാൻ കുറച്ച് നാരങ്ങ, ഒരു 10-15 നാരങ്ങ വേണം. നിങ്ങൾക്ക് എത്ര വേണോ ക്വാണ്ടിറ്റി അത്ര എടുക്കാം. ആദ്യം ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി വന്നാൽ നമുക്ക് നാരങ്ങ ഒന്ന് ആ വെളിച്ചെണ്ണയിലിട്ട് ഒന്ന് വാട്ടിയെടുക്കാം. നല്ലോണം വാട്ടുക, കരിഞ്ഞു പോകരുത്. എൻ്റെ 1-2 കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു, അതിനത് മാറ്റി നല്ലോണം വാട്ടുക. ചെറുനാരങ്ങ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു അച്ചാറാണ് ഈ ചെറുനാരങ്ങ അച്ചാർ, അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. അങ്ങനെ വാട്ടിയെടുത്ത നാരങ്ങ നമുക്ക് പാനിൽ നിന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ആ നാരങ്ങ നമുക്ക് ചെറുതായി 2 കഷ്ണമോ 4 കഷ്ണമോ ആയിട്ട് മുറിക്കാം. നല്ല ഷാർപ്പ് നൈഫ് ഉപയോഗിച്ച് കട്ട് ചെയ്യണം, അല്ലെങ്കിൽ അത് ചീഞ്ഞു പോകും. അതവിടെ മാറ്റി വെച്ചിട്ട് നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും കുറച്ച് കറിവേപ്പിലയും എടുത്ത് കട്ട് ചെയ്ത് വെക്കാം. പച്ചമുളക് ഒരു 3-4 പച്ചമുളക് അത് ചെറുങ്ങനെ കട്ട് ചെയ്യുക. പിന്നെ ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ, നല്ലെണ്ണയാണ് നല്ലത്. എൻ്റെ കയ്യിൽ നല്ലെണ്ണ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചത്. അതിൽ കുറച്ച് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. അതിലേക്ക് കുറച്ച് ഉലുവ ഇടുക. അതിലേക്ക് അരിഞ്ഞു വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് ഒന്ന് വാട്ടിയെടുക്കുക. അതിലേക്ക് പച്ചമുളക് ആഡ് ചെയ്യുക. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്യുക. പിന്നെ ആവശ്യത്തിന് അച്ചാർ പൊടിയും അതുപോലെ ആവശ്യത്തിന് കുറച്ച് മുളക് പൊടിയും ആഡ് ചെയ്യുക. അത് എത്ര ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നോ അതിന് കണക്കായിട്ട് വേണം അത് ആഡ് ചെയ്യേണ്ടത്. ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്യുക. അത് നന്നായി വാട്ടിയ ശേഷം നമ്മൾ മുറിച്ച് വെച്ച ചെറുനാരങ്ങ എടുത്ത് അതിലിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഈ മസാലയൊക്കെ നല്ലോണം മിക്സ് ചെയ്യുക. ചെറുനാരങ്ങയുടെ എല്ലാ ഭാഗത്തേക്കും ഈ അച്ചാർ പൊടിയും മുളക് പൊടിയും എല്ലാം കൂടി ഇഞ്ചിയെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് വിനാഗിരി ആഡ് ചെയ്യുക. വിനാഗിരി ആഡ് ചെയ്ത ശേഷം ഒന്ന് നന്നായി മിക്സ് ചെയ്യുക. ഇതിലേക്ക് കൂടുതൽ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ആഡ് ചെയ്തിട്ട് ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ലൈം പിക്കിൾ ചെറുനാരങ്ങ അച്ചാർ റെഡിയായി. എനിക്കിഷ്ടപ്പെട്ട ഒരു അച്ചാറാണിത്. നിങ്ങൾക്കും ഇഷ്ടമാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇപ്പോൾ എൻ്റെ നല്ലൊരു ലൈം പിക്കിൾ ഞാൻ എൻ്റെ കുപ്പിയിലേക്ക് മാറ്റുവാണ്. കുപ്പി ഞാൻ ചൂടാക്കിയിട്ട് ഉരുകിപ്പോയി ഒരു ഭാഗം, അതുകൊണ്ട് വേറൊരു അച്ചാറിൻ്റെ കുപ്പിയാണ്, അതിലേക്ക് തന്നെ മാറ്റുവാണ്. അങ്ങനെ എൻ്റെ ലൈം പിക്കിൾ റെഡിയായി. നിങ്ങൾ ഒന്ന് വെറുതെ ഉണ്ടാക്കി നോക്ക്. ഓക്കെ, താങ്ക് യു.